ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു യാത്ര പോയതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഞാനത് കുറച്ച് അഡ്വഞ്ചറായിട്ടുള്ളതായതുകൊണ്ട് ഞാനത് വീഡിയോ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പോയിട്ട് കുറച്ച് ദിവസമായി. അപ്പം ഞാനിപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് ഇട്ടതാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക് പോകാനായിട്ട്. നെടുമങ്ങാട് നിന്ന് ഒരു 3 കിലോമീറ്റർ വരും. വേങ്കവിള എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ തിരിച്ചിട്ട ടെമ്പിളുണ്ട്. തിരിച്ചിട്ട റോക്കുണ്ട്. അതിന് താഴെയായിട്ടൊരു ചെറിയൊരു ടെമ്പിളുണ്ട്. അത് നമ്മൾ ടെമ്പിളിലേക്കാണ് പോയത്. അവിടെ ശിവനാണ് പ്രതിഷ്ഠ. അപ്പോൾ ആദ്യം നമ്മൾ ടെമ്പിളിലേക്ക് പോയി. അപ്പോൾ ടെമ്പിള് എന്ന് പറയുന്നത് ഈ മലയുടെ താഴ്ഭാഗത്തായിട്ട് വരും. അപ്പോൾ ഈ മലയിലേക്ക് കയറി പോകുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ടെമ്പിളിൻ്റെ ബാക്കിൽ കൂടെ വനമാണ്, അതിൽ കൂടെ വേണമെങ്കിൽ പോകാം. പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് വേറൊരു വഴിയുണ്ട്. ഒരു താന്നിമൂട് വന്നിട്ട് കുറച്ചൊരു ഉള്ളിലോട്ടൊരു ചെറിയൊരു റോഡുണ്ട്. അപ്പോൾ അത് വഴി പോയാൽ നമുക്ക് മലയിലേക്ക് കയറാം. അപ്പോൾ അത് വഴി തെളിച്ച് ഇട്ടിട്ടുണ്ട് പോകാനായിട്ടുള്ള. അപ്പോൾ കുറച്ച് ദൂരം വന്നിട്ട് വണ്ടി ഒരു സൈഡിലേക്ക് ഇട്ടിട്ട് ഞങ്ങൾ നടന്നാണ് പോയത്. അപ്പോൾ കുറച്ച് കൂടുതൽ വണ്ടി വന്നാൽ പാർക്ക് ചെയ്യാനൊന്നും അവിടെ സ്ഥലം ഇല്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അധികം ആൾക്കാരൊന്നും വരുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ വരുന്ന ആൾക്കാരൊക്കെ വണ്ടി എനിക്ക് തോന്നുന്നു റോഡിലിട്ടിട്ടായിരിക്കും ചിലപ്പോൾ നടന്ന് മുകളിലേക്ക് പോകുന്നത്. റോഡിൽ നിന്ന് കുറച്ച് ചെറിയ റോഡ് വഴി കുറച്ച് മുകളിലേക്ക് വന്നാൽ ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ അവിടെ ഉള്ളൂ. ചെറിയ വണ്ടി, വലിയ വണ്ടിയാണെങ്കിലും ബുദ്ധിമുട്ടാവും, 2 വണ്ടി വന്നാൽ പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കയറി. അപ്പോൾ കയറാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. കുറച്ച് മുകളിലേക്ക് പോകണം. ഒരു 3/4 മണിക്കൂറെങ്കിലും എടുക്കുമെന്ന് തോന്നുന്നു. പതുക്കെ പിടിച്ച് വേണം കയറി പോകാനായിട്ട്, ഇല്ലെങ്കിൽ വന്ന് വീഴും താഴേക്ക്. പരമാവധി സൂക്ഷിച്ച് വേണം കയറാനായിട്ട്. ആദ്യം നമ്മൾ കയറി തുടങ്ങി. അപ്പോൾ ഇത്രയും കുത്തനെയുള്ള വഴിയാണെന്ന് വിചാരിച്ചില്ല. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. നല്ല രസമായിരുന്നു. അപ്പം ഞങ്ങൾ 4 പേരുമായിട്ട് ഇങ്ങനെയൊന്നും പോവാറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ നല്ലൊരു രസമായിട്ട് തോന്നി. കുത്തനെ കിടക്കുന്നത് കൊണ്ട് താഴേക്ക് നോക്കുമ്പോൾ, കുറച്ച് മുകളിൽ വന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു പേടിയൊക്കെ തോന്നും. പേടിയുള്ള ആൾക്കാർ വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കയറാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ. പേരായിട്ട് വന്നാലും നമുക്ക് കുറച്ച് പേടിയൊക്കെ തോന്നും. കുറച്ച് കൂടുതൽ ഒരു 3-4 പേര് അല്ലെങ്കിൽ 4-5 പേരൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഞങ്ങൾ പാറയുടെ മുകളിലാണ് ഈ കാണിക്കുന്നത് കേട്ടോ. പാറയുടെ മുകളിലെത്തി. പക്ഷെ മുകളിലേക്ക് കയറാനായിട്ടും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു സൈഡിൽ കൂടെ കയറണം. താഴേക്ക് നല്ല സ്ലോപ്പായിട്ടാണ് കിടക്കുന്നത്. പേടി തോന്നും കുറച്ചൊക്കെ. അപ്പോൾ മുകളിൽ ഇതുപോലെ കുറച്ച് ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് അധികം അവിടെയൊന്നും ആൾക്കാരൊന്നുമില്ല. പക്ഷെ മുകളിൽ ഹനുമാന്റെ ഒരു അമ്പലമുണ്ട്.
പാറയുടെ മുകളിൽ ഇതുപോലൊരു ചെറിയ കുളമുണ്ട്. പിന്നെ ഒരു കുഞ്ഞു കുളം കൂടെ ഉണ്ട്. അപ്പോൾ അതൊന്നും ക്ലീനൊന്നും അല്ലെന്ന് തോന്നുന്നു. ആരും ഇവിടെ അങ്ങനെ അധികം ആരും വരാറില്ലല്ലോ. അപ്പോൾ അവിടുന്ന് കുറച്ച് മുകളിലേക്ക്, പാറയുടെ മുകളിലേക്ക് കയറിയിട്ട് അപ്പുറത്തെ വശത്തായിട്ട് ഹനുമാന്റെ ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൽ ഞങ്ങൾ പോയ സമയത്ത് നട തുറന്നിട്ടില്ലായിരുന്നു, അടച്ചിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ മലയുടെ താഴെയായിട്ട് വേറൊരു വലിയ മലയും കൂടിയുണ്ട്. അപ്പോൾ അതിലേക്കും കയറാൻ വഴിയുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ നിന്നു. നല്ല വെയിലായിരുന്നു. കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ തിരിച്ചിറങ്ങി. പിന്നെ കുടിക്കാനായിട്ട് വെള്ളം കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. നല്ല വെയിലൊക്കെയാണ്. പിന്നെ ഇവിടെ അങ്ങനെ ആരും കൂടുതൽ ആൾക്കാരൊന്നും വരാറില്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ അഡ്വഞ്ചർ ആയിട്ടുള്ള യാത്രകളും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഇതാണ് അമ്പലം, ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം. ഇതിന്റെ ചുറ്റും ഒക്കെ വനമാണ് കേട്ടോ. ആ പാറയിൽ നിന്ന് താഴേക്ക് എങ്ങനെ വനം അങ്ങ് പോകുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പോയ അമ്പലം ശിവക്ഷേത്രത്തിന്റെ അവിടുന്ന് മുകളിലേക്ക് കയറി വരാം, അതുവഴിയും വരാം. പക്ഷെ ഞങ്ങൾ അതുവഴി വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ വേറൊരു വഴി കൂടെയാണ് വന്നത്. അപ്പം ഞങ്ങൾ തിരിച്ചു പോകാനായിട്ടൊക്കെ ഇറങ്ങി. കുറച്ച് പേടിയൊക്കെ തോന്നും, എന്നാലും കുഴപ്പമില്ല. നമ്മൾ 4 പേരുള്ളത് കൊണ്ട് ചെറിയൊരു ധൈര്യം വന്നു. അപ്പോൾ തിരിച്ചിറങ്ങുമ്പോഴും സൂക്ഷിച്ചിറങ്ങണം. തിരിച്ചിറങ്ങാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. കയറി വരുമ്പോൾ ശരിക്കും നമ്മൾ ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടും. അപ്പോൾ വയ്യായികയൊക്കെ ഉള്ള ആൾക്കാർ വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. കയറി വരാനായിട്ട് ബുദ്ധിമുട്ടാണ്, തിരിച്ചിറങ്ങാനായിട്ട് പാടില്ല. എന്നാലും നമ്മൾ സ്ലിപ്പ് ആവാതെ ഇറങ്ങിപ്പോകണം. കാരണം എങ്ങാനും കാല് സ്ലിപ്പ് ആവുകയാണെങ്കിൽ താഴെ പോയി വീഴും, പിടിച്ചാലും കിട്ടില്ല. അപ്പോൾ താഴെയായിരിക്കും പോയി നിൽക്കുന്നത്. അതുകൊണ്ട് വളരെ അപകടമാണ്. സൂക്ഷിച്ചൊക്കെ വരണവർക്ക് കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഓരോ ചുവടും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വച്ചിട്ടാണ് ഇറങ്ങിയത്. നമ്മൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വെള്ളം കൊണ്ടുപോകുമല്ലോ, ബോട്ടിലിൽ വെള്ളം കൊണ്ടുപോകുമ്പോൾ നമ്മളത് വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് ബോട്ടിൽ നമ്മൾ തിരിച്ച് കൊണ്ടുവരണം. അവിടെ വലിച്ചെറിഞ്ഞിട്ട് വരരുത് ഇതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ. പ്രത്യേകിച്ച് ഇതുപോലെ വനങ്ങൾ, അതുപോലെയുള്ള മലകൾ, അതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അതൊന്നും ആരും കാണത്തുമില്ല. അതവിടെ കിടന്ന് പ്രകൃതിക്ക് തന്നെ അതൊരു ദോഷമായിട്ട് മാറും. അതുകൊണ്ട് പരമാവധി നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം ഞങ്ങൾ താഴെ എത്തി കേട്ടോ. എന്നിട്ട് കാർ ഇവിടെ ഇതുപോലെ സൈഡിൽ ഒതുക്കിയിട്ടൊക്കെയായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പം എല്ലാവർക്കും ബൈ.